ഹായ് ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്ലീനപ്പ്. അതായത് നമ്മൾ പാർലറിൽ പോയി ഫേഷ്യൽ ക്ലീനപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ക്ലീനപ്പ് നമുക്ക് എങ്ങനെ പാർലറിൽ പോവാതെ വീട്ടിൽ ഇരുന്ന് ചെയ്യാം എന്ന് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതായത് ചിലർക്ക് വന്നിട്ട് ഈ പാർലറിൽ പോകാനായിട്ടുള്ള സമയം കിട്ടത്തില്ല. അങ്ങനെയുള്ള വീട്ടമ്മമാർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് എന്നും ചെയ്യരുത് കേട്ടോ, ഡെയിലി ചെയ്യരുത്, ആഴ്ചയിലും അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ മതി. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് പോലുള്ളവ മാറ്റാനും നമ്മുടെ സ്കിന്ന്, അതായത് ഡെഡ് സ്കിന്ന് പോയി പൊടി അതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നത് ക്ലീൻ ആക്കി വെക്കാനും സഹായിക്കുന്നതാണ് ക്ലീനപ്പ്. അത് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡെയിലി ഒന്നും ചെയ്യരുത്. മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യണം, എല്ലാവരും ചെയ്യേണ്ട ഒരു ഇതാണ് കേട്ടോ ക്ലീനപ്പ്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അക്ഷര തെറ്റുകൾ, വേറൊന്നും കൊണ്ടല്ല കേട്ടോ. പല്ലി കമ്പി ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടങ്ക് സ്ലിപ്പായി പോവും, ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫേസ് ഒന്ന് ജസ്റ്റ് തണുത്ത വെള്ളത്തിൽ നിങ്ങൾ വാഷ് ചെയ്തിട്ട് വരിക. അതിനുശേഷം നമുക്ക് ക്ലെൻസിങ് ആണ് കേട്ടോ. ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ഇതുപോലെ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പനിയോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഇതുപോലെ ക്ലെൻസ് ചെയ്യുക. നിങ്ങൾക്ക് പാലെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് തൈരാണേ. ഇതുപോലെ നല്ലതുപോലെ ക്ലെൻസ് ചെയ്യാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ക്ലെൻസ് ചെയ്യണേ. നമ്മുടെ ഫേസിൽ അത് പറ്റി പിടിക്കുന്നവരെ നല്ലതുപോലെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള തൈരാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാലാണ് സൂട്ടബിൾ ആണെങ്കിൽ പാലെടുക്കുക, അല്ലെങ്കിൽ തൈരെടുക്കുക. പിന്നെ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് റോസ് വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്നത് യൂസ് ചെയ്യുക. മാത്രമല്ല ഇപ്പോൾ ഡെയിലി ക്ലെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് വന്നിട്ട് ഇപ്പോൾ ക്ലീനപ്പ് ചെയ്യാനായിട്ടല്ലേ, അല്ല നമുക്ക് ഡെയിലി ക്ലെൻസർ ഉപയോഗിക്കാം. മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നല്ല ബ്രാൻഡ് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങിക്കാൻ. അപ്പോൾ ഇതുപോലെ 2-3 മിനിറ്റ് എന്താ പറയുക ഫേസ് ക്ലെൻസ് ചെയ്യുക. മെയിനായിട്ട് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറു ചൂടാകുമ്പോൾ എടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഫേസിൽ നമ്മൾ ക്ലെൻസ് ചെയ്തല്ലോ, അത് നമ്മൾ വാഷ് ചെയ്ത് കളയൊന്നും വേണ്ട. നമ്മൾ ഫേസിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് സ്റ്റീം ചെയ്യാം. അപ്പോൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റീം ചെയ്യാം. പിന്നെ സ്റ്റീമർ ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ ഇതുപോലെ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടർക്കി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഫേസ് നല്ലതുപോലെ എന്താ പറയുക കൊള്ളിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചെയ്യുന്ന പോലെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഈ ഡാർക്ക് സ്പോട്ട്സൊക്കെ റിമൂവ് ചെയ്യാനും മാത്രമല്ല, നമ്മുടെ പോർട്സൊക്കെ ഓപ്പൺ ആവാനായിട്ടും ഇത് സ്റ്റീമിലൂടെ നമുക്ക് ഉപകാരമാണ് സ്റ്റീം. സോ ഇങ്ങനെ ചെയ്യാം. മാത്രമല്ല നമ്മൾ സ്റ്റീം ചെയ്യുന്നത് നമ്മളെ കഴുത്തിലൊക്കെ ചെയ്താലേ നമ്മുടെ കഴുത്തിലിരിക്കുന്ന കഴുത്തൊക്കെ കറുത്തിട്ടിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് മാറി കിട്ടും. സോ ഇങ്ങനെ ചെയ്യുന്നവർ കഴുത്തിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ സ്റ്റീം ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ക്രബാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഓട്സും തൈരും ഷുഗറും വേണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. വേണ്ടിയിട്ട് കുറച്ച് ഓട്സും തൈരും ഷുഗറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മൂന്നും കൂടി ഞാൻ മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. ഒരു സ്ക്രബ് കൺസിസ്റ്റൻസിയിൽ എത്തുന്നവരെ നിങ്ങളിങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു തരി പോലെ ആവണേ. എന്നിട്ട് വേണം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. മാത്രമല്ല ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ നല്ലതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ മസാജ് ചെയ്യരുത്. കുറച്ച് പതുക്കെ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്കിന്ന് വന്നിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ടേ ഡാമേജ് ആവാൻ സാധ്യതയുണ്ടെങ്കിലോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നല്ലതുപോലെ ഉണ്ടാവും. ഇതുപോലെ എത്തണം കേട്ടോ. ഓക്കെ, സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നല്ലതുപോലെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു തരി പോലെ ഇരിക്കണം കേട്ടോ. ആ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം എടുക്കാൻ. സോ നല്ലതുപോലെ ലൂസാവാനും പാടില്ല, അതുപോലെ കട്ടിയാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നിങ്ങൾ മിക്സ് ചെയ്യുക.
എന്നിട്ടാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതൊരു 2-3 മിനിറ്റ് മസാജ് ചെയ്യാം. സ്കിന്നിൽ അപ്പോഴത്തേക്ക് പിടിക്കത്തുള്ളൂ, അതുകൊണ്ടാണ്. നല്ലതുപോലെ മസാജ് ചെയ്യണം. കഴുത്തിലും മസാജ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കഴുത്തിലുണ്ടാകുന്ന ഈ കറുത്ത പാടൊക്കെ ഉണ്ടല്ലോ, ചെറു കഴുത്തിന് ചുറ്റും കറുപ്പൊക്കെ മാറാനായിട്ട് സ്ക്രബ് മൂലം നമുക്ക് സാധിക്കും കേട്ടോ. നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ്ബർ അങ്ങനെ ഇതിപ്പോൾ വന്നിട്ട് ക്ലീനപ്പിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ ഡെയിലി ഇത് സ്ക്രബിങ് ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. ഒന്ന് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഏത് സ്ക്രബായാലും. സോ ഇതുപോലെ നല്ലതുപോലെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. മൂക്കിൻ്റെ ഭാഗത്തും നാടിയിലൊക്കെ ഇങ്ങനെ നല്ലതുപോലെ മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ ടർക്കി ഉപയോഗിച്ച് തുടക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത പരിപാടി ചെയ്യണ്ടേ. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നൂലെടുക്കുക കേട്ടോ. അപ്പോൾ നൂല് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ടൂള് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർ, അങ്ങനെ വാങ്ങിച്ച് വീട്ടിൽ വെക്കാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണേ. അപ്പോൾ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് വാങ്ങിക്കാൻ എന്താ പറയുക, അങ്ങനെ ഇല്ലാത്തവർക്ക് ഇതുവഴി നൂലെടുക്കുക. നൂലെടുത്തിട്ട് നമ്മൾ കൂടുതൽ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കാണപ്പെടുന്നത് ഇവിടെയും ഇവിടെ പിന്നെ തരിതരിയാൻ ഇവിടെയൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് അധികം ഇല്ല കേട്ടോ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തതുണ്ടേ. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്കത് വലുതായിട്ടില്ല. അപ്പോൾ ഒരുപാടുള്ളവരാണെങ്കിൽ നല്ലതുപോലെ പ്രസ് ചെയ്യണം കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ നിങ്ങൾ നൂലുപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് നല്ലതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഈ തരി പോലെ ഇരിക്കുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മാർക്കറ്റിൽ ഇത് ടൂൾ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങി ചെയ്യാം. അപ്പോൾ ഫേസിലുണ്ടായിരുന്ന വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്, നമ്മുടെ നൂല് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂള് വാങ്ങിച്ചിട്ട് നല്ലതുപോലെ, ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ അതാണ് കേട്ടോ, നല്ലതുപോലെ നമുക്ക് ടൂൾസ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാത്തവർക്കാണ് ഞാൻ ഇത് കാണിച്ചു തന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണ്. ഇനി വേണ്ടത് ഓട്സും പാലും പിന്നെ ടൊമാറ്റോയുടെ ജ്യൂസുമാണ്. ഓട്സ് വന്നിട്ട് നമ്മുടെ ഫേസ് നല്ലൊരു വൈറ്റനിങ് ആക്കാൻ സഹായിക്കും. മാത്രമല്ല നമ്മുടെ ഫേസ് വന്നിട്ട് നല്ല ബ്രൈറ്റിങ്ങും നല്ല കളർ വയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഓട്സ്. പിന്നെ പാല് പറയാനുണ്ടല്ലോ. പിന്നെ നമുക്ക് ടൊമാറ്റോ വന്നിട്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന എന്താ പറയുക, അടിപൊളി ഒരു തിളക്കമാർന്ന ചർമ്മത്തിന് ടൊമാറ്റോ നമ്മളെ സഹായിക്കും. ഇത് 3 ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ പേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സോ പേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേക്ക് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഓട്സിന് പകരം നിങ്ങൾക്കിപ്പോൾ ഗോതമ്പ് പൊടിയാണെങ്കിൽ അത് യൂസ് ചെയ്യാം, കടലപ്പൊടിയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ സ്കിന്നിന് എന്താണ് പറ്റുന്നുള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഓയിലി സ്കിന്നാണ് ഉള്ളവരാണെങ്കിൽ ഈ പാല് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ റോസ് വാട്ടറാണെന്ന് തോന്നുന്നുണ്ട്, റോസ് വാട്ടർ യൂസ് ചെയ്യാം. സോ ഇതുപോലെ നല്ലതുപോലെ സ്കിന്നിലോട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്കിന്നിലോട്ട് നല്ലപോലെ പിടിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഫേസിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതിന് ശേഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് അങ്ങ് ഉണങ്ങിക്കോളും. സോ അത്രയേ ഉള്ളൂ. അതിന് ശേഷം നല്ലൊരു തണുത്ത വെള്ളത്തിൽ നിങ്ങൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ഒരു ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്യേണ്ട ഒരു പാക്കാണ് കേട്ടോ. മാത്രമല്ല ഈ ക്ലീനപ്പ് മാസത്തിൽ 2 തവണയെങ്കിലും എല്ലാവരും ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഇതാ എൻ്റെ ചുണ്ടിലൊക്കെ ആയിട്ടുണ്ട്. ഇത് തുടച്ച് മാറ്റുകയാണ്. അപ്പോൾ ചുണ്ടിലൊക്കെ ആകുമ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെ കേട്ടോ പേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ചുണ്ടിൽ അങ്ങനെയൊക്കെ ആവാറുണ്ട്. എന്ത് ചെയ്യല്ലേ. സോ അത്രേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെച്ചതിന് ശേഷം
ഇതുപോലെ വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക വാഷ് ചെയ്തും കളഞ്ഞാൽ അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇതുപോലെ വാഷ് ചെയ്ത് കളയാം. സ്കിന്ന് നല്ലതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കിന്ന് നല്ലതുപോലെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇതിപ്പോൾ എഫക്റ്റോ ഒരു കാര്യമോ സംഭവം ഒന്നുമില്ല. ഇതിൻ്റെ ഒറിജിനൽ ഫേസാണ്. ഫേസിൽ മുൻപൊക്കെ നിറച്ച് ആക്നി പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. എന്താ പറയുക നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസിലോട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നത് അത് കേട്ടോ, അല്ലെങ്കിൽ റോസ് വാട്ടർ, അതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്ക്രബൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ നമ്മുടെ സ്കിന്ന് വന്നിട്ട് നല്ലതുപോലെ സ്മൂത്തായിരിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും. ടാറ്റാ.